പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് ആത്മീയമായ ഉണർവ് നേടിയ ആളുകളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ആത്മീയമായ ഉണർവ് സംഭവിക്കുമ്പോൾ ഓരോ വ്യക്തികളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റിയും ഒന്ന് മനസ്സിലാക്കാം. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ വളരെ വലിയ ആത്മീയ സാധനങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. ഇപ്പോൾ യോഗമാർഗത്തിലൂടെ ആണെങ്കിലും തന്ത്രമാർഗത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആത്മീയ മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. പക്ഷേ എന്നിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മീയമായ പല സാധനങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷവും നമ്മളിൽ തന്നെ ആ ഒരു ആത്മീയമായ ഉണർവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കപ്പെടേണ്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മീയമായ തലത്തിൽ ഒരു പുരോഗതി നേടിയ ആളുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റ് നേടിയ ആളെന്ന് പറയുമ്പോൾ, അവരിൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് അവർ ഏകാന്തതയെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ആത്മീയമായ എൻലൈറ്റ്മെന്റ് കിട്ടുന്നത് വരെ അവർ പല ആളുകളുടെ കൂടെ ബഹളങ്ങളുടെ കൂടെ സഹവസിക്കുകയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് ലഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് ലഭിക്കുന്ന സമയത്ത് അവരിൽ ഒരു വലിയ ഒരു ഷിഫ്റ്റിംഗ് ആയിരിക്കും ആ സമയത്ത് നടക്കുന്നത്. കാരണം അവർ ആവശ്യമില്ലാത്ത ആളുകളെല്ലാം ഒഴിവാക്കും. പ്രത്യേകിച്ചും ഫ്രണ്ട്ഷിപ്പുകളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പും എല്ലാം അവർ വേണ്ടാന്ന് വെക്കും. അങ്ങനെ അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങി മാറിക്കൊണ്ട് ഒരു ഏകാന്തതയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഏകാന്തതയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. അപ്പോൾ അവർ ആവശ്യമില്ലാത്ത ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ സംഗതികളിലേക്ക് ഒന്നും അവർ കടന്നു പോകാതെ അവർ അവരുടേതായ ലോകത്ത്, ആ ഒരു ഏകാന്തതയിൽ അവരുടേതായ ലോകത്ത് അവർ ആത്മീയമായ ആ ഒരു സന്തോഷത്തെ, ആ ഒരു നിറവിനെ അനുഭവിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർക്ക് മറ്റ് ശബ്ദ കോലാഹലങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവിടെ നടക്കുന്ന ആ ഒരു കാര്യങ്ങളെക്കാട്ടിലും അല്ലെ അവിടെ നിന്ന് കിട്ടുന്നില്ല സന്തോഷത്തെക്കാട്ടി കൂടുതൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഏകാന്തതയിൽ കിട്ടുന്ന സന്തോഷമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അവർ ആദ്യം തന്നെ സാധാരണ ആളുകൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി അവർ അവരുടേതായ ഒരു ലോകത്തേക്ക് അവർ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആത്മീയമായ ഉണർവ് സംഭവിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവർ ഈ വേൾഡ്ലി കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു ഡിറ്റാച്ച്മെന്റ് അവർക്കുണ്ടാകുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള നമുക്കിപ്പം ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അതുപോലെ ഫാമിലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവർക്കൊരു വിഡ്രോവൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിനൊന്നും ഒട്ടും തന്നെ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ രമണ മഹർഷിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതായത് രമണന് വിശക്കുന്നു എന്നാണ് അദ്ദേഹം പറയാറ്. അതായത് എനിക്ക് വിശക്കുന്നു എന്ന് പറയാറില്ല, മറിച്ച് രമണന് വിശക്കുന്നു, അപ്പോൾ ഫുഡ് കിട്ടിയാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യത്തോടും അമിതമായിട്ടുള്ള ആസക്തിയോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും അമിതമായിട്ടുള്ള പ്രാധാന്യമോ അവരുടെ ജീവിതത്തിൽ അവർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ ഫോക്കസിങ് മുഴുവൻ അവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവരുടെ ഫോക്കസിങ് മുഴുവൻ. അതുകൊണ്ട് തന്നെ അവരെയും ലോകത്ത് നടക്കുന്ന സാധാരണ കാര്യങ്ങളിൽ, അതായത് ഇപ്പം മതം, രാഷ്ട്രീയം, അല്ലെങ്കിൽ സാമൂഹ്യ പരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മുമ്പ് ഞാൻ പറയുന്ന കുടുംബം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ ഒരു അല്പം അകലം പാലിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുക. അതെല്ലാം പരിപൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ആ സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ വ്യവസ്ഥകളിൽ നിലനിന്നുകൊണ്ട് തന്നെ, ആ വ്യവസ്ഥകൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ട് തന്നെ, എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു അല്പം സ്വല്പം മാറി അവരുടേതായ മാർഗങ്ങളിലൂടെ, അവരുടേതായ ചിന്തകളിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. നമുക്കറിയാം, ആത്മീയമായ ഒരു പുരോഗതി നേടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മുടെ ആ ഒരു ശ്രദ്ധയെ മാറ്റിക്കൊണ്ട്, അതായത് വിഡ്രോവൽ ഓഫ് ദി സെൻസസ് എന്നാണ് പറയുന്നത്, അതായത് പഞ്ചേന്ദ്രിയയിൽ നിന്ന് ആ ഒരു ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് പ്രത്യാഹാരം പരിശീലിക്കുകയാണ് ആദ്യം തന്നെ വേണ്ടത്. യഥാർത്ഥമായ ആത്മീയത ഒരാളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധയെ, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന നമ്മുടെ ശ്രദ്ധയെ അകത്തേക്ക് തിരിച്ച് നമ്മുടെ ഉള്ളിൽ ആ ഒരു ധാരണയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യാഹാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് ഞാൻ ആരാണ് എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്നത്. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഈ ജന്മം കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ആരാണ്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ശരീരമാണോ ഞാൻ? അല്ലെങ്കിൽ ഈ മനസ്സാണോ ഞാൻ? അല്ലെങ്കിൽ ഈ ബുദ്ധിയാണോ ഞാൻ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരാളിൽ ഉയർന്നു വരുന്നത് ഇങ്ങനെ ഞാൻ ആരാണെന്നുള്ള ചോദ്യം നമ്മളിൽ ഉയർന്നു വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. എന്നിൽ ഉണ്ടായ ആ ആത്മീയ ഉണർവ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വളരെ വലിയ ഒരു ഷിഫ്റ്റിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ഒരേ സമയം 3-4 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് ഈ ആത്മീയമായ തലത്തിൽ എനിക്ക് ഉയരുവാനായിട്ട് സാധിച്ചപ്പോൾ, എൻ്റെ ഗുരുവിൽ നിന്ന് ദീക്ഷ നേടിക്കൊണ്ട് ആ ഒരു ആത്മീയ ഉന്നതി നേടിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചപ്പോൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ വിട്ടുമാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ്ങിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കൂട്ടുകാരും ബന്ധുക്കളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു മാറി പോയി എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലൗകിക കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വിരക്തി അല്ലെങ്കിൽ ആ ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മളിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് അവർ അറിഞ്ഞുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ലൗകിക കാര്യങ്ങളെ ഒഴിവാക്കുന്നത് അവർ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല, മറിച്ച് നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ബോധതലം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊക്കെയുള്ള അർത്ഥശൂന്യതയെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു ആത്മീയ ഉന്നതി നേടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബോധത്തെ കൂടുതൽ വികാസം പ്രാപിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിച്ച് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബോധം വികസിക്കുമ്പോഴാണ് നമ്മളിലെ ആ ഒരു ആത്മീയമായ പുരോഗതി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആത്മീയ പുരോഗതി നേടിയ ഒരാളുടെ മറ്റൊരു പ്രത്യേകതയാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ നിബന്ധനകളില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചിന്തിക്കുന്നത് സാധാരണഗതിയിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് സ്നേഹിക്കുന്നതാണ് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. എന്നാൽ ആത്മീയ പുരോഗതി നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്ന ആ ഒരു തലമല്ല, അല്ലെങ്കിൽ സ്നേഹം ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല, മറിച്ച് അയാളുടെ തന്നെ സ്വത്വബോധം ഒരു സ്നേഹമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഈ സകല ചരാചരങ്ങളോടും ആ ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ മാറുന്നു എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ സർവ്വചരാചരങ്ങളും ഞാൻ തന്നെയാണെന്നും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഊർജ്ജമാണെന്നും അല്ലെങ്കിൽ ഒരേ ബോധമാണെന്നും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എൻ്റെ തന്നെ അംശമാണെന്നുള്ള ആ ഒരു സാർവലൗകികമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ ഉയരുമ്പോഴാണ് എനിക്ക് നിബന്ധനകളില്ലാതെ ആ സ്നേഹത്തെ പ്രസരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആത്മീയ ഉണർവ് സംഭവിച്ച ഒരാളിൽ ആ സ്നേഹത്തിന്റെ പറ്റാത്ത ഒരു ഉറവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയിലേക്കല്ല അവിടെ ആ സ്നേഹം പ്രസരണം ചെയ്യുന്നത്, മറിച്ച് അത് ഈ പ്രപഞ്ചത്തിലേക്കാണ്, ഈ പ്രപഞ്ച ബോധത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെയാണ് അവിടെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പ്രണയിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചബോധത്തിലേക്ക് നമ്മുടെ ആ സ്നേഹത്തെ ചൊരിയുന്ന സമയത്ത് ഈ പ്രപഞ്ചബോധം തന്നെയാണ് സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അവരിലുണ്ടാകുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ് ഈ ഇങ്ങനെയുള്ള നിബന്ധനകളില്ലാത്ത ഒരു സ്നേഹത്തിന്റെ അവസ്ഥ അവരിൽ സംജാതമാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന ഉണർവ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളെ തിരിച്ചറിയത്തക്ക രീതിയിൽ അവരുടെ ബോധാവസ്ഥ കൂടുതൽ വികാസം പ്രാപിക്കുകയും അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും, അതായത് അതീന്ദ്രിയമായ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതീന്ദ്രിയമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ അല്ല അവർ മനസ്സിലാക്കുന്നത്, മറിച്ച് അവരുടെ ലോകം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. എന്ന് വെച്ചാൽ അതിനൊക്കെ അപ്പുറത്തുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ പതിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാപഞ്ചികമായ കാര്യങ്ങളെ, പ്രാപഞ്ചികമായ രഹസ്യങ്ങളെ അറിയുന്ന ആളുകളായിരിക്കും ആത്മീയമായ ഉണർവ് സംഭവിച്ച ആളുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്കുണ്ടാകുന്ന ഇൻഡ്യൂഷൻസ്. എന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ പോലും അവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുകയും അതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കുകയും, എല്ലാ കാര്യങ്ങളെയും അറിയണമെന്നല്ല, മറിച്ച് അവരുടെ ജീവിതവുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് അറിയാനായിട്ട് സാധിക്കുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അങ്ങനെ ആ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ അവരിൽ വികസിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ ആത്മീയ പുരോഗതി നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു ആശയത്തെ അല്ലെങ്കിൽ അവർ മനസ്സിൽ കരുതുന്ന ഒരു കാര്യത്തെ മറ്റൊരാളുടെ മനസ്സിലേക്ക് ടെലിപ്പതി പോലെ അയക്കാനായിട്ടുള്ള ഒരു കഴിവ് നേടുന്ന ആളുകളായിരിക്കും. അതായത് അവർക്ക് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ ഒരു മാധ്യമമില്ലാതെ തന്നെ മറ്റൊരാളുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യങ്ങളെ അവർക്ക് ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ചുറ്റിനും എപ്പോഴും ഒരു ശാന്തവും സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിലനിൽക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോയി അല്പസമയം ഇരുന്നാൽ പോലും നമ്മളറിയാതെ തന്നെ ഒരു ശാന്തതയും ഒരു സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ മനസ്സ് കൂടുതൽ സന്തോഷഭരിതമായി തീരും. അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കൂടുതൽ സന്തോഷഭരിതമായി തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയമായ ഉണർവ് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം, അതുപോലെ തന്നെ ഭയം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അവർ ഡിറ്റാച്ച്ഡ് ആവുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അകാരണമായിട്ടുള്ള ആത്മഭയത്തിൽ നിന്നും അതുപോലെ തന്നെ പുറം പരിധിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭയത്തിൽ നിന്ന് അവർ മോചിതമാകുന്നു എന്നുള്ളതാണ്.
കാരണം അവർക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിന്റെ അർത്ഥവും അതിന്റെ വ്യാപ്തി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടുള്ള തിന്മകളെ അവർ ചോദ്യം ചെയ്യുന്ന ആളുകളായി പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് മറ്റുള്ളവർ പക്ഷം പിടിച്ച് ഓരോ തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്ന സമയത്ത് ഇവര് യാതൊരു പക്ഷവും പിടിക്കാതെ ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് സാമൂഹ്യമായ ഇത്തരത്തിലുള്ള കുറ്റകരമായ പ്രവണതകളെ അവർ നഖശിഖാന്തം എതിർക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു എനർജി ഷിഫ്റ്റാണ് ഒരു ആത്മീയ ഉണർവ് സംഭവിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളെ കൂടുതൽ പഠിക്കാനായിട്ടും കൂടുതൽ മനസ്സിലാക്കാനായിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും അവർക്ക് എപ്പോഴും താല്പര്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആത്മീയമായ ഉണർവ് നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംവദിക്കാനായിരിക്കും അവർക്ക് എപ്പോഴും താല്പര്യം. കാരണം അവർ സാധാരണ ആളുകളുമായിട്ട് അവർക്ക് സംവദിക്കാനായിട്ടോ സംസാരിക്കാനായിട്ടോ അവരുടെ ഉള്ളിൽ ഒന്നുമില്ല. കാരണം അവർ ഈ വലിയ കാര്യങ്ങളെ കാര്യമായ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ ആളുകൾ സംസാരിക്കുന്ന സാമൂഹികപരമായ കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളെ പറ്റിയോ ഒന്നും സംസാരിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് ആത്മീയമായ ഉണർവ് നേടിയ ആളുകളുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ഇവർ അപ്രാപ്യരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പല ആത്മീയ ഉണർവ് നേടുന്ന ആളുകളെല്ലാം ഹിമാലയത്തിൽ പോയി താമസിക്കുന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ആത്മീയ ഉണർവ് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഏത് മാർഗ്ഗമാണോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു മാർഗ്ഗത്തിലൂടെ കടന്നു പോവുകയും ആ ഒരു മാർഗ്ഗത്തെ പിന്തുടർന്നുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിയുകയും അങ്ങനെ അതാണ് നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ പോലും പറയുന്നത്, യമം, നിയമം, ആസനം, പ്രാണായാമം അത്രയും നമ്മൾ ഭൗതികമായ തലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നീട് വേണ്ടത് പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം സംഭവിക്കുന്ന ഒരു വ്യക്തിയിലാണ് ധാരണ സംഭവിക്കുക. അങ്ങനെ ധാരണ സംഭവിക്കുന്ന ഒരു വ്യക്തിയിലാണ് ധ്യാനം സംഭവിക്കുക. ആ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയിലാണ് സമാധി സംഭവിക്കുക എന്നുള്ളതാണ് അഷ്ടാംഗ യോഗം പോലും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരു ആത്മീയ ഉണർവ് ഉന്നതി നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ കടന്നു പോവുകയും ആ മാർഗത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഉയർന്ന ബോധാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ആത്മീയമായ തലങ്ങളിൽ കൂടുതൽ ഉന്നതമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.